ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. പല ആളുകളും അവരുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകം പോലെ വെച്ചിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒന്നായി തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്ന പല ആളുകളും ഉണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയും ആർക്കു വേണമെങ്കിലും കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെയും നിലനിർത്തുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വാല്യൂ തന്നെയാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഇൻഫർമേഷൻസും സീക്രട്സുമെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന മുൻകരുതൽ തരാനും മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ലാത്ത നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ സീക്രട്സും എന്തെല്ലാമാണെന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഇൻഫർമേഷൻസും ചില സീക്രട്സുമെല്ലാം മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നമുക്കൊന്നും തന്നെ നേടാനായിട്ട് സാധിക്കില്ല. എന്നാൽ പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നതിലൂടെ ഇത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ കാരണമായേക്കാം. പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരാനും പലരും നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനും നമ്മളെ ചീറ്റ് ചെയ്യാനും നമുക്ക് മുന്നേ പല കാര്യങ്ങളും നേടിയെടുക്കാനും നമ്മുടെ സാമൂഹികപരമായ നിലയും വിലയും തന്നെ ഇല്ലാതാക്കാനും ഇതെല്ലാം കാരണമായേക്കാം. സോ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വെക്കേണ്ട ചില സീക്രട്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് പേഴ്സണൽ ഫിയേഴ്സ്. നിങ്ങൾക്കുള്ള ഭയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായി ശ്രമിക്കാതിരിക്കുക. പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, റിജക്ഷനെക്കുറിച്ചുള്ള ഭയം. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തിനോടെല്ലാമാണോ അമിതമായി ഭയമുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിയേഴ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ കാരണങ്ങളെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഭയത്തെ മറ്റുള്ളവർ അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെപ്പണായി നിങ്ങളുടെ പേഴ്സണൽ ഫിയേഴ്സിനെ അവർ മാറ്റിയെടുക്കും. രണ്ടാമത്തേതാണ് റിഗ്രറ്റ്. യെസ്, നമുക്ക് പല തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം പറ്റുന്ന സാഹചര്യങ്ങളിൽ അതാലോചിച്ച് റിഗ്രറ്റ് തോന്നുന്നത് സ്വാഭാവികമായ ഒന്നാണ്. സോ ഇത്തരത്തിൽ കുറ്റബോധവും നിരാശയുമെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുറ്റബോധം മറ്റുള്ളവരോട് പറയുന്ന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്താനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെയും തെറ്റുകളെയും എല്ലാം കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള സെലക്ഷൻസോ തീരുമാനങ്ങളോ തെറ്റായി പോയെന്ന രീതിയിലുള്ള സംസാരങ്ങളോ എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർ നിങ്ങളെ ഒരു നെഗറ്റീവായ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പരാജയമായിട്ടോ കാണാനായി ഇത്തരം സാഹചര്യങ്ങൾ ഇടയാക്കിയേക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ചോ മറ്റുള്ളവരോട് പറയുന്നത് നിർത്താനായി ശ്രമിക്കുക. ഇത് നിങ്ങളെ മറ്റുള്ളവർ വില കുറച്ച് കാണാനും ഒരു നെഗറ്റീവ് പേഴ്സണായി ചിത്രീകരിക്കാനും കാരണമാകും. അതുപോലെ പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾക്കത് വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ നടത്താൻ സാധിക്കില്ല എന്ന ധാരണയായിരിക്കും അവരിലുണ്ടായിരിക്കുക. മൂന്നാമത്തേതാണ് ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ്, അരക്ഷിതത്വങ്ങൾ ഇവയെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ രൂപത്തെക്കുറിച്ച്, നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച്, ഇത്തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്വയം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ്, നിങ്ങൾ തീരെ മികച്ചതല്ല, നിങ്ങൾക്കൊന്നിനും സാധിക്കില്ല, അത്തരത്തിലുള്ള തോന്നലുകളെല്ലാം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയാലും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുമ്പിലുള്ള വാല്യൂ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ അടിച്ചു താഴ്ത്താനുള്ള ഒരു വെപ്പണായി മാറും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് പല ആളുകൾക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായി സാധിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ ട്രിഗേർഡ് ആക്കാനും പല അവസരങ്ങളിലും നിങ്ങളെ യൂസ് ചെയ്യാനും ഇത്തരത്തിൽ പല ആളുകൾക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. നമ്പർ 4, പ്രൈവറ്റ് തോട്ട്സ്. യെസ്, നമുക്ക് മാത്രം തോന്നുന്ന മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായി നമുക്ക് മടുപ്പുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ നമ്മളിലുണ്ടാകുന്ന സ്വകാര്യമായ ചിന്തകളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് നിർത്താനായി ശ്രമിക്കുക. ഇത് പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ നമുക്ക് വളരെ സെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളോടോ മാത്രം ചെയ്യുന്ന കാര്യമായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് നിർത്താനായി ശ്രമിക്കുക. അതായത് നമ്മളോട് തന്നെ ആന്തരികമായി സംസാരിക്കുന്ന സംഭാഷണ രീതികളുണ്ടായിരിക്കാം, ചില ഫാൻറ്റസികളുണ്ടായിരിക്കാം, ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ഇതൊന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങളിത് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും. അതായത് നിങ്ങളെ ഒരു മോശം വ്യക്തിയായിട്ടായിരിക്കും പിന്നീട് പലരും നിങ്ങളെ കാണുന്നത്. പുറമേ പലരും അത് ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെങ്കിലും അവരുടെ ഉള്ളിൽ പലപ്പോഴും നിങ്ങളോടുള്ള കാഴ്ചപ്പാടും നിങ്ങളെക്കുറിച്ചുള്ള
ധാരണയും വ്യത്യസ്തമായിരിക്കാം. സോ നിങ്ങളുടെ സ്വകാര്യ ചിന്തകളെയും ആഗ്രഹങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഫാൻറ്റസികളെയും കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് ഒരു മോശം ബിഹേവിയർ ആണെന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തേതാണ് സെൻസിറ്റീവ് എക്സ്പീരിയൻസസ്. അതെ, മാനസിക സംഘർഷങ്ങൾ, വേദനാജനകമായ ഓർമ്മകൾ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ, വൈകാരിക തീവ്രത അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ. സോ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ സെൻസിറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിലൂടെ വീണ്ടും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ക്ഷമയോ മാനസികാവസ്ഥയോ ഉണ്ടായിരിക്കുകയുമില്ല. സോ ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് ഇത് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെ ഇത് പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ സെൻസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സണായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാം. എപ്പോഴും ദുരന്തം മാത്രം പറയുന്ന ഒരു വ്യക്തിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ മാറിയേക്കാം. ആറാമത്തേതാണ് പേഴ്സണൽ സ്ട്രഗിൾസ്. യെസ്, നിങ്ങൾ വ്യക്തിപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല സ്ട്രഗിൾസിനെയും മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടങ്ങളെ ഓവർകം ചെയ്യാനുള്ള സ്ട്രഗിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷനെ ഒഴിവാക്കാനുള്ള നിങ്ങളുടെ പരിശ്രമം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനായി, നിങ്ങളുടെ പാഷൻ കണ്ടെത്താനായി നിങ്ങൾ നേരിടുന്ന, നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ സ്ട്രഗിൾസിനെ കുറിച്ച് മറ്റാരോടും പറയാതിരിക്കാനായി ശ്രമിക്കുക. അതായത് ഇതെല്ലാം മറ്റുള്ളവരോട് പറയുന്നതിലൂടെ ആരും തന്നെ നിങ്ങൾക്ക് വാല്യൂ നൽകാനോ ആരും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ പോകുന്നില്ല. മറിച്ച് പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും നിങ്ങളെ പരിഹസിക്കാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രഗിൾസ് അത് എന്തു തന്നെയാണെങ്കിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പർപ്പസും ഇല്ലെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, പലപ്പോഴും അത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെല്ലാം ബാധിക്കുന്നത്. പലരും നിങ്ങളെ തളർത്താനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ പല ലക്ഷ്യങ്ങളെയും പ്ലാനിങ്ങുകളെയും മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് മുൻപേ മറ്റുള്ളവർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക. നമ്പർ 7, ഐഡൻറ്റിറ്റി കോൺഫ്ലിക്ട്സ്. നമ്മുടെ ഐഡൻറ്റിറ്റിയായി ബന്ധപ്പെട്ട ആന്തരിക വൈരുദ്ധ്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക. അതായത് ലൈംഗിക ആഭിമുഖ്യം, ലിംഗവ്യക്തിത്വം, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ആന്തരിക വൈരുദ്ധ്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് പലരും മനസ്സിലാക്കി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനോ കാരണമായേക്കാം. അതുപോലെ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങളെ ചീറ്റ് ചെയ്യാനും പല ആളുകൾക്കും സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എട്ടാമത്തേതാണ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. യെസ്, മറ്റുള്ള ആളുകൾ നിങ്ങളെ വിശ്വസിച്ച് പേഴ്സണൽ കാര്യങ്ങളോ ഇൻഫർമേഷൻസോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങളുടെ നാവിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മറ്റുള്ളവരുടെ സീക്രട്ടിനെ ബഹുമാനിക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അഥവാ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളോടും ചെയ്യുന്ന ദ്രോഹമാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്തരം തെറ്റൊരിക്കലും വരുത്താതിരിക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഷെയർ ചെയ്ത സീക്രട്ടുകൾ കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?